ഹലോ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് +2 സോഷ്യോളജിയിലെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ച് സെറ്റായി വൈകുന്നേരത്തെ ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് അറിയാം. അതിനു മുന്നേ നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളുകളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്? അപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളുടെ 5th ചാപ്റ്ററിലും 6th ചാപ്റ്ററിലും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഇനീക്വാലിറ്റീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ 6th ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് നമ്മൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഏരിയയിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ 29 and 30 ആണോ, ആർട്ടിക്കിൾ 30 and 31 ആണോ, ആർട്ടിക്കിൾ 27 and 28 ആണോ, ആൻഡ് ആർട്ടിക്കിൾ 25 and 26 ആണോ? ഇതിൽ ഏത് ആർട്ടിക്കിൾ ആണെന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 29 and 30 ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിളുകളാണ് എന്ത് ചെയ്യുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the aggressive chauvinism based on the religious identity is dash. മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണോത്സുകതയാണ് ഡാഷ്. അപ്പോൾ ഈ പറയുന്ന മതപരമായ സ്വത്വം എന്താന്നുള്ളത് അറിയാലോ. അതായത് നമ്മളുടെ ഒരു റിലീജിയസ് ഐഡന്റിറ്റിയെ അതിന് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും, അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഈ റിലീജിയസ് ഐഡന്റിറ്റിയുടെ ബേസിൽ അനലൈസ് ചെയ്യുന്ന കാര്യത്തെ, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ, ഈ മതപരമായിട്ടുള്ള ഒരു സങ്കുചിത മനോഭാവത്തെയൊക്കെ പറയുന്ന പേരെന്തായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓപ്ഷൻ എ റീജിയണലിസം അഥവാ പ്രാദേശികവാദം, ഓപ്ഷൻ ബി സെക്യുലറിസം അഥവാ മതേതരത്വം, ഓപ്ഷൻ സി കമ്മ്യൂണലിസം അഥവാ വർഗീയത, ഓപ്ഷൻ ഡി ലിംഗ്വിസം അഥവാ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ. ഇതിൽ ഏതിനെയാണ് നമ്മൾ അഗ്രസീവ് ചാവോനിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡന്റിറ്റി? അപ്പൊ റിലീജിയസ് ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് നമുക്ക് എന്തായാലും റീജിയണലിസം എന്താണെന്നുള്ളത് നമുക്കറിയാം. പ്രാദേശികവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ ചില പ്രദേശങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്കിടയിൽ ഉണ്ടാവും. സ്വന്തം പ്രദേശം അല്ലെങ്കിൽ സ്വന്തം അതിപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിലോ വർഗങ്ങളുടെ അടിസ്ഥാനത്തിലോ ഭാഷയുടെ അടിസ്ഥാനത്തിലാവാം സ്വയം ഒരു പ്രാദേശികവാദത്തിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രാദേശികവാദം എന്ന് പറയുന്നത്. അതൊരിക്കലും എന്തല്ല ആക്രമണോത്സുകമായിട്ടുള്ള മതപരമായിട്ടുള്ള സ്വത്വത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല ഒരിക്കലും എന്ത് വരുന്നത്, പ്രാദേശികവാദം വരുന്നത്. അത് പല കാരണങ്ങളാവാം, മതം കൊണ്ട് മാത്രം ആവണമെന്നില്ല എന്ത് വരുന്നത്, പ്രാദേശികവാദം വരുന്നത്. അത് ഭാഷ കൊണ്ടാവാം, ജാതി കൊണ്ടാവാം, ഗോത്രങ്ങൾ കൊണ്ടാവാം, അതിന് പല റീസൺസ് ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എന്തല്ല, എ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഇതിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഭാഷയും മാത്രമല്ല മതവും ഇത് വലിയ ബന്ധം വരുന്നില്ല. ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത മതേതരത്വമാണോ കമ്മ്യൂണലിസം ആണോ എന്നുള്ളതായിരിക്കും. ഒരു സംശയം ഉണ്ടാവില്ല. പഠിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഏകദേശ ധാരണയുള്ള എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഏതാണ് ആൻസർ? ആൻസർ സി ആണ്. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ് മതേതരത്വം എന്ന് പറയുന്നത്? മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താടാ? ഇതിന്റെ ആൻസർ സി ആണ്. ഇനിയിപ്പോ വൺ വേർഡ് അല്ലേ, സിമ്പിൾ അല്ലേ, നമുക്ക് അറിയുന്ന ആൻസർ ആണ് എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ റീജിയണലിസത്തെ റിലീജിയണലിസം എന്നൊന്നും വായിച്ചു പോയിട്ട് അങ്ങനെയൊന്നും ആരും എന്തായി പോരുത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും എന്തായി പോരുത്, ആൻസർ ചെയ്ത് പോരുത്. അതുകൊണ്ട് ഈ റീജിയണലിസം എന്നൊക്കെ പറയുന്നതൊക്കെ കൃത്യമായിട്ട് വായിക്കുക കേട്ടോ. നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് മനസ്സിരുത്തി വായിക്കുക. അതായത് ഒറ്റ നോട്ടത്തിലൊക്കെ നമ്മൾ ചിലപ്പം നമ്മൾ മൈൻഡിൽ വിചാരിക്കുന്നത് വേറെ ആയിരിക്കും, വായിക്കുന്നത് വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആധാരശിലയായിട്ട് നമ്മൾ പറയുന്നത് എന്തിനാടാ? അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയാണ് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആധാരശിലയായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് റെഫേഴ്സ് ടു എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേർ ഇൻഡിവിജ്വൽ ക്യാൻ ബൈ ആൻഡ് സെൽ കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ് അറൌണ്ട് ദി വേൾഡ്. വ്യക്തികൾക്ക് ലോകമെമ്പാടുമുള്ള ചരക്കുകളും സേവനങ്ങളും വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡാഷ്. അപ്പോൾ ഇതിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അത് വെർച്വൽ മാർക്കറ്റ് ആണോ, ട്രൈബൽ മാർക്കറ്റ് ആണോ, വീക്ക്ലി മാർക്കറ്റ് ആണോ, റൂറൽ മാർക്കറ്റ് ആണോ?
വെർച്വൽ മാർക്കറ്റ് ആണോ, ഗോത്ര ചന്തയാണോ, ആഴ്ച ചന്തയാണോ, ഗ്രാമചന്തയാണോ? ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയണ്ടാവും. ഏതാണത്? വെർച്വൽ മാർക്കറ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് അല്ലെ. അപ്പൊ എന്താണ് വെർച്വൽ മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഉത്തരം. വ്യക്തികൾക്ക് ലോകമെമ്പാടുമുള്ള ചരക്കുകളും സേവനങ്ങളും വസ്തുക്കളും ഒക്കെ വാങ്ങാനും കഴിയും, വിൽക്കാനും കഴിയുന്നതാണ്. പിന്നെ ഇതിനൊരു മറ്റൊരു പോയിന്റും കൂടെ ഉണ്ട്. ഇവിടെ എന്തില്ല? കടലാസിന്റെ ഉപയോഗം അല്ലെങ്കിൽ കടലാസ് പണത്തിന്റെ ഉപയോഗം അല്ലെങ്കിൽ പേപ്പറുകളുടെ ഉപയോഗങ്ങളൊന്നും എന്തിൽ വരുന്നില്ല? വെർച്വൽ മാർക്കറ്റിൽ വരുന്നില്ല. അതിപ്പോ ബില്ലിംഗ് ആണെങ്കിലും ഈ പേയ്മെന്റിന്റെ കാര്യമാണെങ്കിലും എല്ലാം എന്താണ്? എല്ലാം നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളതും വെർച്വൽ മാർക്കറ്റിന്റെ പ്രത്യേകതയാണ്. വെർച്വൽ മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ നിർബന്ധമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വെർച്വൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എ ആണെന്നുള്ളത് അറിയാലോ അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണടാ? വൺ വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്തിട്ടായിരിക്കും അത് പറയുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. കാരണം ഇത് നേരെ തിരിച്ചു ചോദിക്കാം. എന്താണ് വെർച്വൽ മാർക്കറ്റ് എന്ന് 2 മാർക്കിന് എഴുതാനുള്ള ഒരു സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലൂടെ അങ്ങനെ ഒരു ഉപകാരം കൂടെ ഉണ്ട്. നമുക്ക് നേരെ തിരിച്ച് 2 മാർക്കിന് ഈ ചോദ്യം ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. അപ്പൊ നിങ്ങളുടെ പഠനം ആ രീതിയിൽ കൂടെ കൊണ്ടുപോവുക. അപ്പൊ വെറും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ മാത്രം പഠിക്കാതെ നേരെ തിരിച്ചു എന്ത് ചെയ്യണം? ആലോചിച്ച് നോക്കണം. ഇതിലെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് അറിയുന്നതാണോ എന്നുള്ളതൊക്കെ ആലോചിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗവൺമെന്റ് ഈസ് ട്രൈങ് ടു സെൽ ഇറ്റ്സ് ഷെയർ ഇൻ സെവറൽ പബ്ലിക് സെക്ടർ കമ്പനീസ്. ഇറ്റ് ഈസ് നോൺ ആസ്. നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അല്ലെ. എന്തായിരുന്നു? പൊതുമേഖലാ കമ്പനിയുടെ ഷെയറുകൾ ഗവൺമെന്റ് വിറ്റുകൊണ്ടിരിക്കുന്നു. ഈ പ്രക്രിയയെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് ഈ പൊതുമേഖലാ കമ്പനിയുടെ ഓഹരികൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രക്രിയയെ പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണോ, ബി ടൈം സ്ലേവറി എന്നാണോ, സി ഔട്ട്സോഴ്സിംഗ്, ഡി ഫ്ലെക്സി ടൈം? എന്താണ്? ഓഹരി വിറ്റഴിക്കൽ, സമയാടിമത്വം, പുറം പണി കരാർ, ഫ്ലെക്സി ടൈം. എന്തായിരുന്നു ഇതിന്റെ ആൻസർ? ആൻസർ എ ആണ്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ഓഹരി വിറ്റഴിക്കൽ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ഇയർ ഇൻ വിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് എന്നുള്ളതാണ്. 2004, 2015, 2005, 2010 ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഏതാണ്? നമുക്ക് അറിയുന്ന കാര്യമാണ്. ഏതാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 തന്നെയാണ് നമ്മൾ എഴുതി പഠിച്ചിട്ടുള്ളത്. ആൻസർ സി, 2005 ആണ് കറക്റ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വിവരാവകാശ നിയമം 2005, വിവരാവകാശ നിയമം 2005 എന്ന് തന്നെ ആ ഒരു പേര് അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. അതാവുമ്പോൾ എന്തുണ്ടാവില്ല? ഈ ഒരു ഇയറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇത് അറിയുന്ന കാര്യമല്ലേ എന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 4 വർഷങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് വരും? അയ്യോ അതാണോ ഇതാണോ എന്നുള്ളൊരു സംശയമൊക്കെ ചിലപ്പോൾ വന്നു പോകും. അതിനൊന്നും നിങ്ങൾ എന്ത് കൊടുക്കരുത്? ഇട കൊടുക്കരുത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രക്ചറൽ ചേഞ്ച്? ഈ ചുവടെ തന്നിരിക്കുന്നതിൽ ഘടനാപരമായ മാറ്റം ഏതാണ് എന്നുള്ളതാണ്. സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ. ഏതൊക്കെയാണ്? സംസ്കൃതവൽക്കരണം, പാശ്ചാത്യവൽക്കരണം, വ്യവസായവൽക്കരണം, ആധുനികവൽക്കരണം. ഇതിലേതാടാ ഘടനാപരമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്? അത് ആൻസർ സി, വ്യവസായവൽക്കരണമാണ് അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു ഘടനാപരമായ മാറ്റം എന്തായിരുന്നു? മറ്റൊന്ന് അത് നഗരവൽക്കരണമാണ് അല്ലെ. യെസ്, ഇതിനെയാണ് നമ്മൾ ഘടനാപരമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഈ ഓപ്ഷനിലെ ബാക്കി 3 എണ്ണം എന്താ? ഓപ്ഷനിലെ ബാക്കി 3 കാര്യങ്ങളും എന്താ? യെസ്, അതെന്തായിരുന്നു? അതെന്ത് തരത്തിലുള്ള മാറ്റങ്ങളാ? ഒന്ന് കമന്റ് ചെയ്തേ. ഈ 3 തരത്തിലുള്ള മറ്റ് 3 ഓപ്ഷനുകളും എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ്? യെസ്, ഏതായിരുന്നു? യെസ്, കൾച്ചറൽ ചേഞ്ച് ആണ്, സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്രയും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വളരെ വിശദമായിട്ട് ലൈവിലൊക്കെ ആയിട്ട് പറയാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്